സിംപ്ലിഫൈ. ഇപ്പൊ ഇവിടെ ട്രിഗ്നോമെട്രി ഒക്കെ നമ്മുടെ ഒരു മെട്രിക്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും അല്ലെ, ഇതെങ്ങനെ ചെയ്യും, ഭയങ്കര ആങ്സൈറ്റിയാണ്, ഇതെങ്ങനെ വരും എന്നുള്ളത്. മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചോദ്യം ഒക്കെ മോൾഡ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആൻസറിലേക്ക് വരുന്ന രീതിയിലാണ്. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്തു വരുന്നതെങ്കിൽ, നിങ്ങൾ ആ വരുന്ന വഴി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാത്തമാറ്റിക്സിന്റെ ബ്യൂട്ടി അവിടെ കാണാൻ പറ്റും. ഇത് ചെറുതായി പോകും. അതായത് ഒരു ഫണൽ പോലെ നമ്മുടെ ആൻസറിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ നമ്മൾ എഴുതുമ്പോഴും ആ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റണം. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് സ്കെയിലാർ അല്ല, ഇതൊരു കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. തീറ്റ എന്നൊരു ആംഗിൾ ആണെങ്കിൽ കോസ് തീറ്റ ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പറിനെ ഈ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദാ നോക്കുക, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, കോസ് തീറ്റ സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, വീണ്ടും കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ആ മെട്രിക്സിന്റെ ആവശ്യം കഴിഞ്ഞു. പ്ലസ് ഇനി ഇവിടെ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണ്, അതൊരു സ്കെയിലർ ആയതുകൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദാ നോക്കടാ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു മൈനസ് കോസ് തീറ്റ, മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ത് വരും? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അത് അങ്ങനെ എഴുതി. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്കറിയാം, രണ്ട് മെട്രിക്സുകളെ ആഡ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റുകളെ ആഡ് ചെയ്യുക. ഈ കറസ്പോണ്ടിങ് എന്ന വാക്ക് എന്താ? ഇതിന്റെ ഫസ്റ്റും ഇതിന്റെ ഫസ്റ്റും, ഇതിന്റെ സെക്കൻഡും ഇതിന്റെ സെക്കൻഡും, ആ രീതിയിൽ അങ്ങ് മുമ്പോട്ട് വന്നേ മക്കളെ. ഇതാ നോക്കടാ, എങ്ങനെ വരും? which is equal to എന്ത് വരും? ഇവിടെ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ എന്ത് വരും? cos തീറ്റ സൈൻ തീറ്റ മൈനസ് പ്ലസ് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അടുത്തത് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അടുത്തത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. എന്റെ പ്രിയ മക്കൾ, ഉത്തരം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക്. എന്താണ്? അതെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരം ശരിയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സാറേ 1 എന്ന് എഴുതാം. കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സാറേ 0 എന്ന് എഴുതാം. അടുത്തത് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സാറേ 0 എന്ന് എഴുതാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതാം. സോ ഇത് എന്തായി? ഒരു 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആയി മാറി. അപ്പൊ ദാ നോക്കടാ, നമുക്ക് മെട്രിക്സ് എന്ന് പറയുന്ന ചോദ്യത്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ, ചോദ്യത്തിന്റെ ഉള്ളിൽ നിന്നും ആ ലൂപ്പ് ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ചോദ്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇനി മുമ്പോട്ടുള്ള ചോദ്യം തന്നെ അതിലേക്കുള്ള ആ ചോദ്യത്തിലേക്കുള്ള ലൂപ്പ് ഹോൾ, ആ ചോദ്യത്തിന്റെ ലീഡ് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ ചെയ്യുമ്പോൾ എങ്കിൽ നിങ്ങൾ സ്റ്റാർ ആണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വീണ്ടും വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമന്റിൽ ഒരു തംസ് അപ്പ് ആയിട്ടോ ഫയർ ഇമോജി ആയിട്ടോ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. ഞാൻ വീണ്ടും നിങ്ങൾക്കായി വരുന്നതായിരിക്കും. വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.